ഒരു 2-3 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസത്തെ ഒരു ക്ലാസ്, അവയർനെസ് ക്ലാസ് എന്ന നിലയിൽ പെറ്റിയടിക്കുമ്പോഴാണ് ഒരു ക്ലാസ്സിൽ കൊണ്ടിരുത്തുക. അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നത്, അങ്ങനെ നമുക്ക് നടപ്പാക്കാൻ കഴിയുമോ? പ്രായോഗികമായി അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, അത്തരത്തിൽ തുടങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു റീജിയണൽ സെൻറ്ററും മറ്റുള്ള സ്ഥലങ്ങളിൽ എല്ലാ ജില്ലകളിലും ഓരോ സെൻറ്ററും തുടങ്ങുന്നതിന് വേണ്ടി ഓരോ ജില്ലയിൽ ഓരോ കോടി രൂപ വീതം വെച്ച് തരാനുള്ളൊരു പ്രപ്പോസൽ KSRTC വഴി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഉടൻ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നൽകാമെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഗഡ്കരി മിനിസ്റ്റർ പറഞ്ഞു. അദ്ദേഹം സംസാരിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം നേരിൽ കണ്ടിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ്ങിനുള്ള സൗകര്യം, അതായത് ഡ്രൈവിംഗ് ട്രെയിനിങ് മെച്ചപ്പെടുത്തുക. കേരളത്തിൽ വളരെ സ്ട്രിക്റ്റാണ്, മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. 50% ലൈസൻസ് മാത്രമേ വിജയിക്കുന്നില്ല. 100 പേര് എഴുതിയാൽ 50 പേര്, അല്ലെങ്കിൽ 300 പേർക്ക് എഴുതാനുള്ള സംവിധാനമില്ല. 40 പേര് എഴുതുമ്പോൾ 20 പേര് മാത്രമാണ് ഒരു ടെസ്റ്റിൽ ഒരു ദിവസം വിജയിക്കുന്നത്. നമ്മളൊരു ശരാശരി കണക്ക് 50 മുതൽ 52% വരെയാണ്. അത് വളരെ നല്ല കാര്യമാണ്, കാരണം ഇതിലൊരു നിർബന്ധം ഉണ്ടാവുകയാണ്. ഇനിയിപ്പോൾ ഒരു ആപ്പ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പറഞ്ഞു, ഈ ലൈൻ ട്രാഫിക് വന്നപ്പോൾ നമുക്ക് തന്നെ ഒരു അവയർനെസ് ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഗൾഫിൽ പോയിട്ട് ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ലൈൻ ട്രാഫിക്കിനെ പറ്റി ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് വളരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഒരു പുതിയ ആപ്പ് കൊണ്ടുവരികയാണ്. ലേണേഴ്സ് ലൈസൻസിനുള്ള ഒരു മോക്ക് ആപ്പ് എന്നുള്ള നിലയിലാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വളരെ വൈഡായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ പറഞ്ഞ ലൈൻ ട്രാഫിക് അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലെയും സംശയങ്ങൾ തീർക്കുന്ന ഒരു ടെസ്റ്റാണ്. അതൊരു ഗെയിം പോലെയാണ് പോകുന്നത്. ഒരു ഗെയിമാണ് ഈ ആപ്പിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. ഞാനിത് ഗൾഫ് രാജ്യങ്ങളിൽ ഈ മോക്കായിട്ടുള്ള ആദ്യത്തെ ലൈസൻസിൻ്റെ ഒരു ടെസ്റ്റ് നടത്തുന്ന ഒരു ആപ്പ് കണ്ടു. അപ്പോൾ ഈ ആപ്പ് കണ്ടപ്പോൾ ഇതിനെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു പുതിയ ആപ്പ് നിർമ്മിക്കാൻ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെടുകയും അവർ സ്റ്റാർട്ടപ്പുകൾ വഴി ഇത്തരത്തിൽ പുതിയ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ആപ്പ് അതിമനോഹരമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 30 മുതൽ 38, 40 വരെയുള്ള ലെവൽസ് ഉണ്ട്. ഈ ലെവൽസ് നമ്മൾ ക്രോസ് ചെയ്യണം. ഒരു ഗെയിം പോലെയാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയും, അത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 40 ലെവലും പാസ്സായാൽ നമ്മൾ ഒരുവിധം ഇൻ്റർനാഷണലി ലൈസൻസിനും ഡ്രൈവിങ്ങിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്യും. വണ്ടിയുടെ മെക്കാനിസം വരെ ഉണ്ട്. ക്ലച്ച് ഏതാണ്, ബ്രേക്ക് ഏതാണ്, ആക്സിലറേറ്റർ ഏതാണ്, ഇങ്ങനെ തുടങ്ങും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നതിന് സമാന്തരമായി ഇപ്പോൾ നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾക്കും ഈ ഗെയിം കളിക്കാം. പിന്നെ ലേണേഴ്സ് ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഒരു പരീക്ഷ ഇതിനകത്ത് വരും. ആ പരീക്ഷ എഴുതണമെങ്കിൽ അവർക്കൊരു OTP കിട്ടും. അതനുസരിച്ച് പരീക്ഷ എഴുതി ഇനിയുള്ള കാലത്ത് ഈ ഇൻസ്ട്രക്ടർമാർ അവരുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല പ്രശ്നം. ഇത് പാസ്സാകാതെ മുന്നോട്ട് ഇനി ഇൻസ്ട്രക്ടർ ആവാൻ പറ്റാത്തതിലേക്ക് നമ്മളിത് കൊണ്ടുവരും. കേരള ഗവൺമെൻറ്റിൻ്റെതായിട്ടാണ്, കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആപ്പാണ് വരുന്നത്. 5-6 ഭാഷകളിലാണ് ഈ ആപ്പ് വരാൻ പോകുന്നത്. തെലുങ്ക്, കന്നഡ അടക്കം 6 ഭാഷകളിൽ ഈ ആപ്പ് നമ്മൾ കൊണ്ടുവരും. ശരി.